ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അത് കണ്ടില്ലേ, OHP ഷീറ്റിൽ നിന്നും നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു 3-4 OHP ഗ്ലാസ് ഷീറ്റാണ്. അതിന് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു ബോക്സിന് 2 സൈഡ്, അതായത് താഴത്തെ ഭാഗം ഉൾപ്പെടെ 3 സൈഡും ആ 2 സൈഡ് ഷോർട്ട്, അത്രയും വീതിയില്ലാത്ത രീതിയിലുള്ള റെക്റ്റാങ്കുലർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡബിൾ നമ്മളൊരു ബ്രിക്സിൻ്റെ മോഡലാണ്, അതായത് ഒരു ബോക്സിൻ്റെ മോഡലിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് 3 സൈഡിലേക്ക് 6 ഷീറ്റും മറ്റ് 2 സൈഡിലേക്ക് ചെറിയ 4 ഷീറ്റുമാണ് കട്ട് ചെയ്തത്. ഇനി ആ ഒരു ഷീറ്റിന് കട്ട് ചെയ്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള സ്കെയിലാണ്. അത് നീളത്തിൽ നമ്മൾ OHP ഗ്ലാസ് ഷീറ്റിൻ്റെ A4 സൈസ് ഷീറ്റായിരിക്കുമല്ലോ, അതിൽ 2 പീസാണ് നീളത്തിൽ വീതി കുറച്ച് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് 2 എണ്ണവും കൂടി യോജിപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ഷീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, ചെറിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അതായത് 2 സൈഡിൽ, ഒരു ബോക്സിന് 2 സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടില്ലേ, നമ്മളത് ഒടിച്ച് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ആ നീളത്തിലുള്ള സ്കെയിലിലാണ് ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കാര്യം ഇരിക്കുന്നത്. അത്രയും ശ്രദ്ധിച്ച് വേണം ആ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എങ്ങനെയാണെന്ന് ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ഉണ്ടായത്. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, എൻ്റെ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം വരും. അപ്പം കണ്ടില്ലേ, നമ്മൾ ഒരു മതിൽ കെട്ട് പോലെ സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞ് B7000 സൂപ്പർ ഗമ്മാണ്. എന്താ പറയുക, നമ്മൾ എടുത്തങ്ങോട്ട് വെച്ചാൽ അപ്പോഴേ അതൊരു ശ്രദ്ധിച്ച് വേണം ഈ ഒരു സൈഡിലെ പോർഷൻ നമ്മൾ എടുത്ത് ഒട്ടിച്ച് വെക്കേണ്ടത്. ഈ ലാസ്റ്റ് ഏറ്റവും മുകളിൽ വെക്കുന്ന ആ ഒരു ഷീറ്റ് ലാസ്റ്റാണ് വെക്കുന്നത്. എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ട് മാത്രമേ ഏറ്റവും മുകളിലത്തെ ഒരു പോർഷൻ ഷീറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കാറുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുള്ള ഡെക്കറേഷൻ ഇതുപോലെ നമ്മൾ 3 സൈഡിലോട്ടാവുമ്പം 3 ബോക്സും 2 സൈഡിലോട്ടാവുമ്പം മറ്റ് 2, ടോട്ടലി 6 ബോക്സാണ് നമ്മൾ താഴത്തെ പോർഷൻ ഉൾപ്പെടെ 6 എണ്ണമാണ് നമ്മൾ ഇതുപോലെ ഒരു ബോക്സായിട്ട് ക്രിയേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അതിൽ ഡെക്കറേറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. പക്ഷേ ഞാനത് ഫ്ലവർ കട്ട് ചെയ്ത് ഫ്ലവർ ഒട്ടിച്ച് ഇത് ചെയ്തപ്പോൾ എനിക്ക് റെക്സിൻ ആർട്ടാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതുപോലെ അതും ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റീവാണത്. ഈ കണ്ണിനൊക്കെ പെട്ടെന്നത് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലാണ് വന്നത്. കറക്റ്റിലി ഒരു ഗ്ലാസിൻ്റെ അത്രയും മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ആ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്കെയിൽ പോലെ നീളമായിട്ട് കട്ട് ചെയ്ത് അതിനെ 2ആയിട്ട് മടക്കി, 3ആയിട്ട് മടക്കി, 4ആയിട്ട് മടക്കി ചെറിയൊരു സ്ക്വയർ ആയതിനു ശേഷം അതിനെ മടക്കി അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ എത്ര ഫ്ലവർ, അതിൻ്റെ ആ ഫ്ലവർ കട്ട് ചെയ്തതിൻ്റെ പോർഷനുകൾ, ചെറിയ ചെറിയ പോർഷനുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സാണ് ഈ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ ഡെക്കറേഷനാണ് അത്. ഫ്ലവേഴ്സുകളെല്ലാം കണ്ടില്ലേ ക്രമീകരിച്ച് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷീറ്റാണ് എന്ന് മനോഹരമായിട്ട് നമുക്ക് ഓരോ ഇതുപോലത്തെ കണ്ടില്ലേ എല്ലാ ബോക്സുകളും എല്ലാം ക്ലിയർ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ബോക്സുകളും ക്രിയേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും മുകളിലൊരു അടപ്പാണ്, അതായത് ഒരു ക്യാപ്പ് പോലെ റെഡിയാക്കാൻ. ഇതെന്ന് വെച്ചാൽ ആർച്ച് പോലെ ഒരു ക്യാപ്പാണ്. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഉന്തിയിരിക്കത്തക്ക വിധത്തിലുള്ളൊരു, എന്താ പറയുക, മലയാളത്തിൽ നമ്മൾ ചെപ്പെന്ന് പറയുന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മറ്റേ ബോക്സ് ക്രിയേറ്റ് ചെയ്ത കണക്ക് ഇത് പിന്നെ സെമി സർക്കിൾ കട്ട് ചെയ്ത്, അപ്പോൾ നീളമായിട്ടുള്ള നമ്മൾ ആ ഒരു സ്കെയിൽ നീളമായിട്ട് തന്നെ എല്ലാത്തിനും ഷേപ്പ് എടുക്കുന്നതിന് എല്ലാത്തിനും നമ്മൾ നീളമായിട്ടുള്ള സ്കെയിലായിട്ട് തന്നെ കട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പം ഷേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ബാലൻസ് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഇത് ഞാൻ ഉണ്ടാ നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്ത് സൂപ്പറായിട്ട് നമുക്കൊരു ആർച്ച് പോലെ ക്രിയേറ്റ് ആയി. അതിൽ ഫ്ലവേഴ്സുകൾ, നമുക്ക് വേണ്ടുന്ന ഫ്ലവേഴ്സ് തന്നെ വേണമെന്നില്ല, സീക്വൻസുകൾ ഒട്ടിക്കാം. ഇത് ഞാൻ കുറച്ച് പൗഡർ ഉണ്ടായിരുന്നു, ഗ്ലിറ്റേർഡ്
കളറിൻ്റെ പൗഡറും ഉണ്ട്. അപ്പോൾ അതുമെല്ലാം ഞാൻ അതിൽ പേസ്റ്റ് ചെയ്ത് ഇനിയെന്ന് വെച്ചാൽ മുകളിലത്തെ ഒരു ക്യാപ്പാണ്. കണ്ടില്ലേ, ഞാനൊരു ആ ഒരു സെമി സർക്കിൾ 2 സൈഡും ആ ഒരു ബോക്സിൽ വെച്ച് നോക്കിയതിന് ശേഷമാണ് ആ ഒരു ഗ്ലാസ് ഷീറ്റ് OHP ഗ്ലാസ് ഷീറ്റ് അതിൻ്റെ മുകളിൽ കൂടെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച്. ഇനി അതിൻ്റെ അകത്താണ് ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്യുന്നത്. അതിന് B7000 എന്ന ഗം കൊണ്ട് അതിൻ്റെ ഡിസൈൻ വരച്ചിട്ട് പഞ്ചാര മുത്തുകളാണ് ഇത് വരയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട ഇങ്ങനെ കുടയുമ്പോഴത്തേക്ക് ആ ഡിസൈനിൽ ആ ഒരു പഞ്ചാര മുത്തുകൾ ഇങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് ബാലൻസ് ഇത് തിരിച്ച് നമുക്ക് എടുക്കത്തക്ക വിധത്തിലാണ്. ഇത് കണ്ട് ഈ റൗണ്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വരും. ഇനി അതിൻ്റെ അകത്ത് ബാലൻസ് ഷീറ്റ് ഒട്ടിക്കാനായിട്ടാണ് ഈ ഒരു ഗ്ലൂ അതിൽ ഒട്ടിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഇവിടെ കിടപ്പില്ലേ, അപ്പോൾ അതെടുത്ത് മടക്കി ഒട്ടിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല കട്ടിക്ക് ഉള്ളൊരു അടപ്പാക്കി തന്നെ എടുക്കാൻ പറ്റും. ഒരു ഷീറ്റായിട്ടല്ല, ഒരു ഷീറ്റ് കവർ ചെയ്ത് ആ ഒരു സെമി സർക്കിൾ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലെടുത്ത് വെച്ച് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇനി ആ ഒരു ക്യാപ്പും ഈ ഒരു ബോക്സും തമ്മിൽ യോജിപ്പിക്കാനായിട്ടാണ് ഞാൻ ആദ്യമേ കണ്ടില്ല ഇതുപോലെ റൗണ്ട് ചെയ്ത് അതും OHP ഗ്ലാസ് ഷീറ്റ് റൗണ്ട് ചെയ്ത് അതിനെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്ത് അത്രയും നീളത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തൂടെ ഗോൾഡൻ കമ്പിയാണ്. സ്ട്രോ ഉണ്ടെങ്കിൽ അതായാലും മതി, എൻ്റെ സ്ട്രോ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പകരമാണ് ഞാൻ ഇത് ഒരേപോലെ നീളത്തിൽ അതിൻ്റെ വ്യത്യാസമില്ലാതെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തൂടെ കമ്പിയിട്ട് അതിൽ 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം താഴത്തെ ബോക്സിൽ ഒട്ടിക്കുകയാണ്. അപ്പം 4 എണ്ണത്തിൽ ഓരോന്ന് ഇടവിട്ടാണ് ഞാൻ ഈ ഒട്ടിച്ചെടുക്കുന്നത്. ഒരു കണ്ടില്ലേ, ഒരു കോളം അവിടെ താഴെയെങ്കിൽ അടുത്ത കോളം മുകളിലത്തെ ഒരു ബോക്സിലായിരിക്കും. മുകളിൽ ആ അടപ്പിലാണ് അടുത്തത് ഒട്ടിച്ച് ആ ഒരു ഗം ഒട്ടിച്ചിട്ട് ഇതെടുത്തങ്ങ് പ്രസ് ചെയ്ത് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് 2 എണ്ണം കൂടി ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് അനായാസേന ഈ ഒരു അടപ്പ് തുറക്കാനും എടുക്കാനും പറ്റും. ആ ഒരു രീതിയിലാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഇത് നമ്മൾ തുറന്നിട്ട് ഇടുമ്പോഴത്തേക്ക് കറക്റ്റ്ലി വന്നത് ചേർന്നങ്ങ് അടച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പുറവും ഇപ്പുറവും ആ ഒരു കമ്പിയാണ്, അത് കട്ട് ചെയ്ത് കണ്ടില്ലേ അത് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പം പിന്നെ ആ കമ്പി പുറത്തോട്ട് വരാത്ത രീതിയിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞ് ഏറ്റവും ഫ്രണ്ടിൽ മുത്തുകൾ കൊണ്ട് വൈറ്റ് ബീഡ്സ് ഉണ്ട്. നല്ല ഒരു ബോക്സ് ആയി കഴിഞ്ഞ് അതിൻ്റെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റും. കാരണം വെറും ഒരു പ്ലെയിൻ ഷീറ്റ് കൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ട് മനോഹരമാക്കി